മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അവർ വെളിയങ്കോട് ഖാദിയായി. അപ്പൊ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസം കണ്ടിട്ട് അഥവാ വെളിയങ്കോട് മാസം കണ്ട വിവരം ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അറിഞ്ഞു. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റമദാൻ മാസം പ്രഖ്യാപിച്ചു. അപ്പൊ വെളിയങ്കോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി. നേരെ ഇക്കരെയാണ് പൊന്നാനി. ആ ഒരു പഴയുള്ളൂ. പൊന്നാനി ഖാദിക്ക് അത് ബോധ്യപ്പെട്ടില്ല. പൊന്നാനിയിലെ ഖാദി ഈ മാസം ഉറപ്പിച്ചില്ല. അവരന്ന് നോമ്പെടുത്തതുമില്ല. അങ്ങനെ വെളിയങ്കോട് നോമ്പുണ്ട്, പൊന്നാനിയിൽ നോമ്പില്ല. അതേ ആ ഖാദിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണോ, ഈ ഖാദിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട? ചിലർ ചിലപ്പോൾ ചോദിക്കും, ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് ഖാദി പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വളരെ വ്യക്തല്ലേ, അത് വളരെ വ്യക്തല്ലേ. ഓരോ സ്ഥലത്ത് ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം. നമ്മളെ ഒരു സ്ഥാപനമുണ്ട്, സിറാജുൽ ഹുദയുടെ ഒരു സ്ഥാപനം. ശരീഅത്ത് കോളേജിന് ഒരു നിയമമാണ്, ദേവാ കോളേജിന് ചിലപ്പം വേറൊരു നിയമമാണ്. ദേവാ കോളേജിലെ കുട്ടികൾ അതെന്താ ശരീഅത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ശരീഅത്ത് കോളേജിലെ കുട്ടികൾ അതെന്താ ദേവാ കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഓരോന്നിനും ഓരോ നിയമമാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തുമ്പോ അവിടെ ഫീസ് അടക്കണം. അപ്പൊ അതെന്താ അത് നിങ്ങൾക്ക് ഫ്രീ ആയിക്കൂടെ എന്നർത്ഥം ചോദിക്കാൻ പാടില്ല. അവിടുത്തെ നിയമം വേറെയാണ്. ഇക്കോളിന് വേറൊരു നിയമമാണ്. ഓരോ സ്ഥലത്ത് ഓരോ നിയമമാണ്. അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ എന്ന് ചോദിക്കാൻ പാടില്ല. ഓരോന്നിനും ഓരോ നിയമമാണ്. ഇതെല്ലാം എല്ലാവർക്കും തിരിയുന്നതാണ്. ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ല എന്നല്ലാതെ വേറെന്ത് പറയാനാ? അപ്പൊ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു മാസം ഉറപ്പിച്ചു. വെളിയങ്കോട് നോമ്പായി. അതേസമയത്ത് പൊന്നാനി ഖാദി ഉറപ്പിച്ചില്ല. ഒരു പുഴേന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മളെ ചെറിയ ഒമ്പളവും കുറ്റിയാടി എന്ന് പറയും പോലെയാണ്. പാലം പിന്നെ കെട്ടിയതാ, അന്ന് പാലമൊന്നുമില്ല. ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലമില്ല, പിൽക്കാലത്താ പാലം പറഞ്ഞു. ഞാൻ തോണി പോയി, എനിക്ക് ഓർമ്മ. അപ്പോ അങ്ങനെ രണ്ടു കൂട്ടർ രണ്ടു നിലക്ക് മാസം ഉറപ്പിച്ച് രണ്ടു നിലക്ക് നോമ്പായി. ഇത് റമദാൻ നോമ്പാണ്, ആശൂറയൊന്നല്ല. ആശൂറായിന് പിന്നെ തീരെ വിഷയമില്ല. കാരണം ഒരാൾ ആശൂറായി തീരുമാനിച്ചു, ഒരു ഖാദി ഒരു ദിവസം തിങ്കളാഴ്ച, വേറൊരാൾ ഞായറാഴ്ച. ഒരു പ്രശ്നമില്ലല്ലോ, ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൽ പോരെ, എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ. അപ്പൊ എന്തായി, തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കൽ സുന്നത്ത്. പിന്നെ ആശൂറായിന്റെ പിറ്റേ ദിവസം മുഹറം 11 നോമ്പെടുക്കലും പ്രത്യേകം സുന്നത്താന്ന് ഫത്വയിൽ മേലുണ്ട്. അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറാകുമ്പോൾ മറ്റേക്ക് മുഹറം 11 എന്തായാലും സുന്നത്താ. തിങ്കളാഴ്ച എന്റെ നോമ്പുകായി, മുഹറം 11 നോമ്പുകായി, പിന്നെ ഒരു കൂട്ടർക്ക് ആശൂറയായി. എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പ്. അതേപോലെ തന്നെ താസുവായിന്റെ നോമ്പ് സുന്നത്താ. താസുവായിന്റെ നോമ്പ് തന്നെ മുഹറം 9 നോമ്പ് സുന്നത്താ. അപ്പൊ മറ്റവർക്ക് ആശൂറയായില്ലെങ്കിലും 9 നോമ്പെടുക്കൽ സുന്നത്താണല്ലോ. അവർക്കും നല്ലതായി, താസുവായിന്റെ നോമ്പായി.